ഹലോ മുത്തുമണിയിലെ എന്തൊക്കെ പാട് സുഖല്ലേ? നമുക്കറിയാം നാളെ ഒക്ടോബർ 31, അതായത് സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കുന്ന ദിനമാണ് നാളെ. കേരള സ്റ്റേറ്റ് അവാർഡിൻ്റെ പ്രഖ്യാപന ദിനമാണ് നാളെ. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആര് മികച്ച നടനാകും, ആര് കൊണ്ടുപോകും ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ നിൽക്കുക. കാരണം ഒരുപാട് കഥാപാത്രങ്ങൾ, മികച്ച കഥാപാത്രങ്ങളായിട്ട് ഓരോ നായകന്മാരും വന്നിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് ടൈം വരെ നമ്മുടെ ലാലേട്ടൻ വാലിബൻ്റെ ആ ക്യാരക്ടറായിട്ട് ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നും ലാലേട്ടൻ ഔട്ടായി. നമുക്കറിയാം അതിനുള്ളൊരു ക്യാരക്ടറൊന്നും, ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടാനുള്ള ഒരു ക്യാരക്ടറൊന്നും അതിലില്ല. എന്നാലും ഒരു വെറൈറ്റി ചിത്രമാണെന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. ഒരു മികച്ച നടൻ എന്നുള്ള ഒരു സംഭവമൊന്നും അതിൽ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം അത് എന്താ പറയുക, ഫൈനൽ റൗണ്ടിൽ അദ്ദേഹം എന്തായാലും ഇല്ല. പിന്നെ ഉള്ളത് നമ്മുടെ മമ്മൂക്കയുണ്ട്, ആസിഫ് അലിയുണ്ട്. ഈ രണ്ട് നായകന്മാരുടെ ചിത്രങ്ങൾ ഏതെന്ന് വെച്ചാൽ, ഫസ്റ്റ് മമ്മൂക്കയുടെ ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റി, ആസിഫ് അലിയുടെ ആണെങ്കിൽ കിഷ്കിന്ധാകാന്ഡത്തിലെ ആ ക്യാരക്ടറും. ഈ രണ്ട് ചിത്രങ്ങളും മികച്ച 2024 മികച്ച ചിത്രങ്ങളിൽ പെട്ട ചിത്രങ്ങളാണ്. അടിപൊളി ചിത്രം എന്ന് പറഞ്ഞാൽ അടിപൊളി ചിത്രങ്ങളാണ്. രണ്ട് രീതിയിലുള്ള ക്യാരക്ടറാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഭ്രമയുഗത്തിലാണെങ്കിൽ ചാത്തനായിട്ട് രണ്ട് രീതിയിലുള്ള വേരിയേഷനിലാണ് അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിച്ചത്. നമ്മളെ ആദ്യം വല്ലാതെ ഇങ്ങനെ നോർമലി കൊണ്ടുപോയിട്ട് പിന്നീട് അങ്ങോട്ട് ഭയത്തിൻ്റെ മുൾമുനയിൽ അദ്ദേഹം ഇങ്ങനെ നിർത്തി. അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടർ മാറുന്നതൊക്കെ നമ്മളിങ്ങനെ കണ്ടിങ്ങനെ അന്തം വിട്ട്. പ്രത്യേകിച്ച് അതിലൊരു ചിക്കൻ കഴിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതിലൊരു നോർമൽ ഒരാൾ കഴിക്കുന്ന രീതിയിലല്ല അതിൽ പുള്ളി കഴിക്കുന്നത്. ഒരു വേറെ എന്തോ ഒരു ശക്തി ആ സാധനം, അതായത് ചാത്തന്മാരല്ല, അങ്ങനെ കഴിക്കുന്ന രീതിയിലാണ് പുള്ളി അതിൽ ആ ചിക്കൻ കഴിയുന്നത്. നിങ്ങളത് നോട്ട് ചെയ്തിട്ടുണ്ടോ അറിയില്ല. അതിലൊക്കെ ഓരോ ഭാഗത്തും പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ കഴിവ് അദ്ദേഹം ഇങ്ങനെ വിസ്മയപ്പെടും. അതുപോലെ തന്നെ കിഷ്കിന്ധാകാന്ഡം. പക്ഷെ എന്തെന്നാലും ഒരു ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയോട് താരതമ്യം ചെയ്യാനുള്ള ഒരു കഥാപാത്രമായിട്ട് കിഷ്കിന്ധാകാന്ഡത്തിലെ ആ കഥാപാത്രത്തിനോട് എനിക്ക് വലിയത്. കാരണം അദ്ദേഹം നോർമലി, അതായത് നമ്മുടെ എന്താ പറയുക, അദ്ദേഹത്തിന് മുൻപുള്ള ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം സെയിം ഇതേ അവസ്ഥയിലാണ്. അതുപോലെ എന്താണ് കെട്ടിയോളാൻ്റെ മാലാഖ, ഇതേ ഒരു സെയിം ക്യാരക്ടറാണ് അദ്ദേഹം. ഇതേ കഥാതന്തു അല്ലെങ്കിൽ കൂടി ഏകദേശം അതേ രീതിയിലൊക്കെ നമുക്ക് തോന്നി. അതിൽ വ്യത്യാസങ്ങളുണ്ട്, ആ ഭാഷാശൈലിയും ഒക്കെ, എന്നാലും ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ അതിൽ ആ ഒരു രീതിയിലായിരുന്നു. വലിയൊരു മാറ്റങ്ങൾ വന്നിട്ടില്ല ആസിഫ് അലി. എന്നാൽ കഥാപാത്രം നല്ലതാണ്, സിനിമ നല്ലതാണ്, അദ്ദേഹത്തിന്റെ അഭിനയമൊക്കെ നല്ലതാണ്. കൂടി ഈ ഒരു കൊടുമൺ പോറ്റിയോട് കവച്ച് വെക്കാനുള്ള ഒരു ക്യാരക്ടർ 2024 മറ്റൊരു കാര്യത്തിനും ഇല്ല എന്നുള്ളതിൽ 100% എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയ ഒരേ ഒരു കാര്യമാണ്. ആരും അതിലേക്ക് അഭിപ്രായം, ഒരു മമ്മൂക്ക ഫാനാണെങ്കിലോ ലാലേട്ടൻ ഫാനാണെങ്കിലോ ആരായാലും ഇതിനോട് ഒരു അഭിപ്രായം എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളത് 100% സത്യമായ കാര്യം. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് കൊടുമൺ പോറ്റി. പ്രത്യേകിച്ച് അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കൂടിയാണ്, ഒരു കളർ പടം കൂടിയല്ല. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ അങ്ങനെയുള്ള ഒരു അഭിനയം കാഴ്ചവെച്ച് നമ്മളത് എന്താ പറയുക, നമ്മളെ വിസ്മയിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാലത്തെ എന്താ പറയുക അഭിനയ പാഠമാണെന്നുള്ളതിൽ നമുക്ക് സംശയം വേണ്ട. എന്തായാലും നാളെ ഒക്ടോബർ 31 കേരള സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ, നാളെ 11 മണിക്ക് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ നമ്മുടെ മമ്മൂക്ക സ്റ്റേറ്റ് അവാർഡിൽ ബെസ്റ്റ് ആക്ടർ ആയിട്ടുണ്ടാവുന്നതാണ് നമ്മുടെ 100% നമ്മൾ ഉറപ്പ്. അല്ല എങ്കിൽ അദ്ദേഹത്തിന് അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റ് അവാർഡിനോടുള്ളൊരു എന്താ പറയുക വിശ്വസ്തത ഇല്ല എന്ന് മാത്രം പറയും. കാരണം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു നോമിനേഷൻ, അങ്ങനെ ഒരുപാട് കാലമായിട്ട് അദ്ദേഹത്തിന്റെ പേര് വരും. പക്ഷെ അദ്ദേഹത്തിന് മികച്ച കഥാപാത്രങ്ങൾ വന്നിട്ടും അദ്ദേഹത്തിന്റെ തഴയാണ്. പക്ഷെ ഈ ഒരു കഥാപാത്രത്തോട് ഒരു നീതി കേട് കാട്ടിയാൽ പിന്നെ ഏത് വർഷം എന്ത് സിനിമ വന്നാലും അദ്ദേഹത്തിനും അല്ലെങ്കിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആർക്കും ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടില്ല എന്നുള്ളതിൽ 100% ഉറപ്പാണ്. ഇപ്പോൾ നാഷണൽ അവാർഡൊക്കെ പല കോലത്തിലാണ് അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ അതേ ഒരു കാറ്റഗറിയിൽ കേരള സ്റ്റേറ്റ് അവാർഡ് വരാതെ നല്ല രീതിയിൽ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു
അപേക്ഷ. അത് മമ്മൂട്ടിക്ക് കിട്ടണം എന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷെ അദ്ദേഹത്തിനാണ് 100% അത് എന്താ പറയുക അനുയോജ്യം, എന്താ പറയുക അദ്ദേഹത്തിനാണ് അർഹത ഉള്ളത്. അത് അദ്ദേഹത്തിന് കിട്ടിയാലുള്ളൂ ആ ഒരു സ്റ്റേറ്റ് അവാർഡിന് ഒരു എന്താ പറയുക ഒരു വിശ്വസ്തത നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ ആർക്കും കൊടുത്താലും എന്തൊരു വിശ്വസ്തത. ആർക്കാണ് ആരാണ് മികച്ചത് അവരെ നോക്കിയിട്ട് എന്തായാലും സ്റ്റേറ്റ് അവാർഡ് കൊടുക്കുക. എന്തായാലും മമ്മൂട്ടി കിട്ടുന്നതാണ് നമ്മളെ പ്രതീക്ഷ. എന്തായാലും അത് തെറ്റില്ല എന്നാണ് നമ്മൾ ഉറപ്പ്. നാളെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് കേട്ടോ. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എന്ത് തന്നെ ആയാലും നിങ്ങൾ എൻ്റെ വീഡിയോൻ്റെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എത്തിക്കും. ഓക്കെ.